ഒരു ടി വിയുടെ പാക്കിങ്ങിൽ വന്ന സാധനമാണ്. പാക്കിങ് വന്ന ടി വി എങ്ങനെ പോകുമെന്ന് ഇതുണ്ട്. ഇതിനകത്തൊരു HDMI കോഡ് ഉണ്ടായിരുന്നു, ഇതിനകത്തൊരു ബാക്ക് വാൾ മൗണ്ടും ഉണ്ടായിരുന്നു. ഈ ടി വിയുടെ അവസ്ഥ കണ്ടോ? ഇതെടുത്ത് വെക്കുമ്പോൾ ഇതിനൊരു കുഴപ്പമില്ല, ഇത് പൊട്ടിപ്പോയി. ഇവിടെ എന്തോ ഷാർപ്പായിട്ടുള്ള, ചിലപ്പോൾ ഈ സാധനമായിരിക്കും ഇത് കൊണ്ട് ഇത് പൊട്ടിപ്പോയി. ഇത് ഗ്ലാസ് അല്ല, തീരെ കനം കുറഞ്ഞൊരു സാധനമാണ്. ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് പാനൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാനൽ എടുത്ത് പെട്ടിയിൽ പാക്ക് ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു തെർമോക്കോൾ പോലും വെക്കാൻ പാടില്ല. ഈ പാനലിൻ്റെ ഫ്രണ്ടിൽ ഒരു തെർമോക്കോൾ പോലും വെക്കാൻ പാടില്ല. അപ്പോഴാണ് ഈ തകിട് വെച്ചത്. ഒന്ന് ഞെങ്ങോ ഒരു വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഒരു കട്ടറി ആടുകയോ ചെയ്താൽ നേരെ എന്ന് ഇതിൽ ഇടിക്കും, ഇത് അപ്പഴേ പൊട്ടും. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരു പെട്ടിക്കകത്താക്കി നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കോഡ് വയറുകൾ ഇടാൻ പാടില്ല. ഇത് കണ്ടോ, എൻ്റെ കാലിരിപ്പുണ്ട്, അതും വളരെ ശ്രദ്ധിച്ച് വേണം വെക്കാൻ. ഈ കൂടിൻ്റെ അകം കണ്ടല്ലോ, ഈ കൂടിൻ്റെ അകത്തോട്ട് ഞാൻ ഈ ടി വി ഇറക്കി വെക്കാം. ഇറക്കി വെക്കുമ്പോൾ ഈ വെട്ട് നോക്കി ഇറക്കി വെക്കണം. ഇത് കണ്ട്, ഇതിനകത്തെ വെട്ട് നോക്കി ഇറക്കി വെക്കുന്നു. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെട്ടിൽ കറക്റ്റ് ഈ ടി വി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൺ പാക്കിംഗ് ആണെന്ന് വിചാരിക്കുക. കറക്റ്റ് വീണ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ടി വിയുടെ ആ ഫ്രണ്ടും ഉണ്ട് ബാക്കും ഉണ്ട്. ഒരു കാരണവശാലും ഒരു തെർമോക്കോൾ പോയിട്ട് ഒരു ചെറിയ സാധനം പോലും ഇതിൻ്റെ ഫ്രണ്ടിൽ ഇടാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്കിലേ ഇടാവുള്ളൂ. അതും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ ബാക്കിലോട്ട്. സത്യത്തിൽ ഇങ്ങനെയുള്ള മെറ്റലായിട്ടുള്ള വെയിറ്റുള്ള സാധനങ്ങൾ ഒരു കാരണവശാലും ടി വിയുടെ കൂടി കൊണ്ടുപോകാനോ വെക്കാനോ പാടില്ല. അതൊന്നും ഞാൻ കാണിച്ചെന്നുള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഫാനിൽ പോയി കഴിഞ്ഞാൽ നല്ല പൈസ പോവും, അപ്പോൾ മാറേണ്ടി വരും. അപ്പോൾ ഓക്കെ, തായം കളിക്കുന്നത് പിടിയിട്ടില്ലോ, ഇത്രേ ഉള്ളൂ. 2 ലെയറായിട്ട് 2 പ്ലാസ്റ്റിക് കഷ്ണത്തിൽ നിൽക്കുന്ന ഒരു ഉടായ്പ സാധനം. ഇത് പൊട്ടാൻ അധികം നേരമൊന്നും വേണ്ട, സൂക്ഷിച്ചാൽ പൈസ പോകാതിരിക്കും. ടി വിയുടെ 90% പൈസയും ഇതിനാണ്. ബാക്കി 10% പൈസയ്ക്കേ ഉള്ളൂ. ഒരു ബോർഡും ഒരു സാധനമല്ല കൊണ്ടേ പുറത്തു വല്ലതും കിട്ടാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇന്നലെ ഒരു ചേട്ടൻ എന്നോട് 55 ഇഞ്ചാണ്, അടുത്ത മുറിയിൽ നിന്ന് എടുത്ത് അടുത്ത മുറി കൊണ്ടുപോയി. 2 പേരും കൂടെ, മോനും പുള്ളിയും കൂടെ പിടിച്ചോണ്ടാണ് പോയത്. അപ്പുറം ചെന്ന് കഴിഞ്ഞ് ഓണാക്കിയപ്പോൾ ഇതുപോലെ ജലന്തി വലയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാധനത്തെ പിടിക്കുമ്പോൾ ഉണ്ടായ ഒരു ന്യൂ ബോൺ ബേബിയെ തൊടുന്നതിലും കെയറായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാധനമാണ് ഇത്. ഇനി അതിൻ്റെ പ്രശ്നം നമ്മൾ മാറ്റാൻ പോവാണ്. നമ്മുടെ സോണിയുടെ ട്രൂ RGB TV വരുന്നതോടുകൂടി ഈ വിഷയം മാറും. പഴയ പിക്ചർ TV പോലെ ഒരു ഗ്ലാസ്സായി മാറും. ഇങ്ങനെ പൊട്ടുന്ന പ്രശ്നങ്ങളൊക്കെ അസ്തമിക്കാൻ പോവുകയാണ്. അടുത്ത മാസം പുതിയ TV ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. പുതിയ 85 ഇഞ്ച് ഓൾറെഡി വന്നു കഴിഞ്ഞു. 55 ഇഞ്ച് തൊട്ടാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇനി പുതിയ വലിയ TV മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ അത് മാത്രം മേടിക്കുക. ഇത് കൂട്ട് സാധനം മേടിക്കല്ല, ഇതിൻ്റെ ടെക്നോളജി കഴിഞ്ഞു. താങ്ക് യു.